ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയും പ്രഭാവതി അമ്മയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും കേസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ രാധാമണി അമ്മയുടെ കാര്യം അവർ സംസാരിക്കുന്നു. അമ്മയുടെ രീതിയൊക്കെ കണ്ടിട്ട് അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത് പഴയ ജീവിതം മതിയായിരുന്നു എന്നുള്ള രീതിയിലാണെന്ന് ജാനകി പറയുമ്പോൾ നിനക്കത് സങ്കടമാകുമെന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാതിരുന്നത്. രാധാമണിയുടെ മുഖം കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാഴികയൊന്നുമില്ല എന്ന് പ്രഭാവതി അമ്മ പറയുവാണ്. അപർണ രാധാമണിയെ കുത്തി നോവിക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അമ്മയുമായി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയെന്ന് ജാനകി അന്നേരം പറഞ്ഞു. വല്ല വാടക വീടും മതിയായിരുന്നു എന്നും. ഇത് കേട്ടപ്പോൾ പ്രഭാവതി അമ്മ പറഞ്ഞു, മോളെ നീ വിഷമിച്ചതുകൊണ്ട് എന്താ കാര്യം? അപർണ സത്യം തിരിച്ചറിയുന്നത് വരെ മാത്രമേ ഈ സമ്മർദ്ദമൊക്കെ ഉണ്ടാവുകയുള്ളൂ. മോൾ അഭിയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, വിവരങ്ങൾ അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ ജാനകിയെ സമാധാനിപ്പിക്കുക. അമ്മ പറയുന്നതനുസരിച്ച് ജാനകി അഭിയെ വിളിച്ചു. അപ്പോൾ അഭി കോളിലെടുത്തു. ഹലോ അഭിയേട്ടാ, എവിടെ അഭിയേട്ടാന്ന് ചോദിച്ചു. നീ എന്തിനാ ജാനകി ഇത്ര ടെൻഷൻ ആവണേന്ന് ചോദിച്ചു. ജയം നമ്മുടെ ഭാഗത്ത് തന്നെയാണെന്നും പക്ഷേ CI നടരാജൻ കാലുമാറിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ജാനകി ഒന്ന് ഞെട്ടി. അയാൾ തമ്പിയുടെ ഭാഗം ചേർന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ മനഃപൂർവ്വം കാലുമാറിയതൊന്നുമല്ല, അയാളുടെ മകളും അപർണയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള കാര്യം അഭി പറയുക. മകൾക്ക് മുന്നിൽ അയാൾ കീഴടങ്ങിയതാണെന്നും നിരഞ്ജനയ്ക്ക് ഈ വിവരം അറിയില്ലായിരുന്നു എന്നും പറഞ്ഞു. നമ്മൾ തോറ്റുപോയല്ലോ അഭിയേട്ടാ എന്ന് പറയുമ്പോൾ ഇല്ല ജാനകി, ആ റിട്ടയർഡ് പോലീസുകാരൻ്റെ മൊഴി മാത്രം മതി നമുക്കെന്ന് അഭി അന്നേരം പറയുവാട്ടോ. നടരാജൻ തന്നെയാണ് അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതെന്ന കാര്യവും പറഞ്ഞു. പിന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ സക്കീർ ഭായ് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അയാൾ മൊഴി മാറ്റില്ല എന്ന് എന്തുറപ്പാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് ചെയ്യില്ല, നീ ധൈര്യമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അഭി. നടരാജൻ്റെ കാര്യം ഞാൻ പറയില്ലായിരുന്നു എന്നും പിന്നെ അപർണ നിന്നെ വിളിച്ച് പറയും എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുവാട്ടോ. പിന്നെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. നമുക്ക് ജയം ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ് അഭി ജാനകിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്നിട്ട് ഫോൺ ഇങ്ങ് കട്ട് ചെയ്തപ്പോഴത്തേക്കും പ്രഭാവതി അമ്മ എന്ത് പറ്റി മോളെ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സാക്ഷി കാല് മാറി അമ്മയെന്ന് പറഞ്ഞു. ഭയന്നത് തന്നെ സംഭവിച്ചു എന്നും പറയുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ കൂടി ഉണ്ട്, ആ ഒരു പ്രതീക്ഷയെ മാത്രമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ സക്കീർ ഭായ് പോയിട്ടുണ്ടെന്നും പറഞ്ഞു. അയാൾ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്നും പറയുവാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വിളിക്കാൻ സക്കീർ ഭായ് അവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ആൾ വേറൊക്കെ കൂടിയിട്ടുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലായില്ല സക്കീർ ഭായ്ക്ക്. അപ്പോൾ സക്കീർ ഭായ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. നോക്കുമ്പോൾ ആ വരാമെന്ന് പറഞ്ഞ ആൾ മരിച്ചു കിടക്കുന്നു. അപ്പോൾ രവീന്ദ്രനാഥ് കൂടെ നിൽക്കുമെന്ന് അയാൾ ഉറപ്പ് പറയുന്നുണ്ട്. അയാളുടെ മൊഴിയേക്കാളും പ്രധാനം രവീന്ദ്രനാഥിൻ്റെ മൊഴി തന്നെയാണെന്ന് നിരഞ്ജന പറഞ്ഞതും അതുപോലെ നടരാജൻ പറഞ്ഞതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സക്കീർ ഭായിയുടെ മുന്നിൽ വെച്ച് അഭിയും നിരഞ്ജനയും പറഞ്ഞത് അദ്ദേഹം ആലോചിക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ച് നടന്നത് എല്ലാം മനസ്സിലൊതുക്കി അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ചേട്ടൻ സക്കീർ ഭായിയെ കാണാൻ വന്നു. രവീന്ദ്രനാഥ് പോയി സാറേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ മരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അത്രയും വേദനകൾ അനുഭവിച്ചാണ് അയാൾ ജീവിതം തള്ളി നീക്കിയതെന്ന് പറഞ്ഞു. ചെയ്യാത്ത തെറ്റിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നും ഇന്നലെ രാത്രി ഒരു കുമ്പസാരം പോലെ അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എന്നോടും അയാളെല്ലാം പറഞ്ഞിരുന്നു എന്ന് സക്കീർ ഭായും പറയാം. ഒരു ജന്മം നിഷ്ഫലമായി എന്ന് തോന്നാൻ ഒരു നിമിഷം മാത്രം പോരെ എന്നും ചോദിക്കുക സക്കീർ ഭായി വന്ന ചേട്ടനോട്. കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം രവീന്ദ്രനാഥിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ന് പറയുമ്പം മരണവിവരം വീട്ടിൽ അറിയിക്കാനായിട്ട് ശ്രമിച്ചു. ഫോണിൽ ആരെയും കിട്ടിയില്ല എന്നും ആ ചേട്ടൻ ഇങ്ങനെ സക്കീർ ഭായിയോട് പറയുക. ഇവിടുന്ന് ഒരാൾ രവീന്ദ്രനാഥിൻ്റെ വീട് അന്വേഷിച്ച് പോയെന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അവർ വീടൊക്കെ വിറ്റ് പോയെന്ന കാര്യവും പറഞ്ഞു. ഇനിയിപ്പോൾ ശ്മശാനത്തിൽ അടക്കം ചെയ്യാനേ കഴിയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു മരണകാരണം എന്ന് ചോദിക്കുമ്പം ഹൃദയസ്തംഭനം ആയിരുന്നു എന്നും വെളുപ്പിനാണ് സംഭവിച്ചതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ സക്കീർ ഭായിക്ക് ആകെ വല്ലാതെയായി. നിങ്ങൾ മരണവിവരം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ഒരു കേസിൻ്റെ സാക്ഷിയായിരുന്നു രവീന്ദ്രനാഥ് എന്നും അതൊരു നിർണായകമായ കേസായിരുന്നു എന്നും സക്കീർ ഭായ് ഇങ്ങനെ പറയുക. രവീന്ദ്രനാഥ് ഇന്നുകൂടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഒരു പാവം സ്ത്രീക്ക് നീതി കിട്ടുമായിരുന്നു എന്നും സക്കീർ ഭായ് പറയുക കേട്ടോ. എന്നും പറഞ്ഞ് ചേട്ടൻ അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും അയാളിലായിരുന്നു എന്നും സക്കീർ ഭായ് പറയുമ്പം അയാൾ എന്നോടത് പറഞ്ഞിരുന്നു. രാവിലെ കോടതിയിൽ പോകണമെന്നും പറഞ്ഞിരുന്നതാ, പക്ഷേ അയാൾക്ക് ദൈവം അവസരം കൊടുത്തില്ല എന്ന് ഈ ചേട്ടൻ പറയാം സക്കീർ ഭായിയോട്. വിധി എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെയും നിർണായകമായ ഒരു ഘടകം മാത്രമല്ലേ എന്ന് ചോദിച്ചു. ഈ ജീവിതത്തിൽ ഈ കേസിൻ്റെ ഗതി എന്താകുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സക്കീർ ഭായ് ആ ചേട്ടനോട് യാത്ര പറഞ്ഞങ്ങ് പോവുക കേട്ടോ. ഇത് വലിയൊരു ചതിയായി പോയെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ അപർണ ഫോൺ എടുത്ത് ജാനകിയെ വിളിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ എടുക്കടി, നിനക്ക് ഞാനൊരു ചൂട് വാർത്ത കേൾപ്പിച്ച് തരാം, ഫോൺ എടുക്കടി എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിൽക്കുക കേട്ടോ.
ജാനകി രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു. ഹലോ ജാനകി മറുതലക്കലുണ്ടോ എന്ന് ചോദിക്കേ അപർണ. അല്ല, നിൽക്കണോ തിരിച്ചു പോണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇനിയും കാർഡുകളൊക്കെ വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിൽക്കണോ പോണോ എന്ന്. നീ കൊണ്ടുവന്ന നടരാജനും കാലുമാറി. അപ്പോഴേക്കും നമ്മുടെ ജാനകി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. പിന്നെ ഉണ്ടായിരുന്നത് ഒരു പഴയ പോലീസുകാരൻ രവീന്ദ്രനാഥായിരുന്നു. അയാൾ ഇന്നലെ രാത്രി പരലോകത്തും പോയി. അപ്പോഴേക്കും ജാനകി നടുങ്ങി കേട്ടോ ഇവളീ പറയുന്നത് കേട്ടിട്ട്. ഷോ, നിന്റെ 2 കാർഡും കീറിയടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ആ പാവം കുറെ കാലം കൂടി ജീവിക്കുമായിരുന്നു. നിനക്ക് സാക്ഷി പറയാൻ തയ്യാറായി അയാളുടെ കണ്ണടയുകയും ചെയ്തു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജാനകിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി. ഇനിയുള്ളത് ഒരു വയസ്സനാ, ചന്ദ്രൻ മാഷ്. അയാളെ വെച്ച് നിനക്ക് എന്തെങ്കിലും മല മറിക്കാനായിട്ട് പറ്റോടി എന്ന് ചോദിച്ചപ്പോഴും ജാനകി സംയമനം പാലിച്ചിങ്ങനെ നിൽക്കുക അവിടെ. ഇപ്പം നീ ഇവിടെ വേണ്ടതായിരുന്നു, നിന്റെ അഭിയേട്ടൻ ഓട്ടന്നെ മുങ്ങിയടി എന്നൊക്കെ പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിലവിലുള്ളതേ നിന്റെ വക്കീലും പിന്നെ ഏതു നിമിഷവും ശ്വാസം നിന്നു പോകുന്ന ആ കിഴവൻ സാക്ഷിയും മാത്രമാണെന്ന കാര്യമൊക്കെ പറയുക. അതെല്ലാം കേട്ടിട്ടും ജാനകി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഞാനും അച്ഛനും വന്നുപോയില്ലേ, കോടതിയിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടടി. അപർണയോട് മുട്ടാൻ വരുമ്പോഴേ മിനിമം യോഗ്യതയുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചെങ്കിലും നോക്കണ്ടേടി എന്നൊക്കെ ചോദിച്ച്. അപ്പോഴേക്കും ജാനകി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കരയുക. അപ്പോഴേക്കും നീ കേൾക്കുന്നില്ലടി എന്ന് ചോദിച്ചുകൊണ്ട് അപർണ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജാനകി അതിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായി. തീർന്നുടി ജാനകി, നീ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിൽക്കുമ്പോൾ ജാനകി ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ പറഞ്ഞാൽ കരയുന്നത്. സമയത്ത് അമലും നിരഞ്ജനയും കൂടെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് 2 പേർക്കും അറിയില്ല. അപ്പം അമലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അജയും അതുപോലെ അപർണയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അജയേട്ടൻ്റെ വാല് പോലെ കൂടെ ഉണ്ടല്ലോ നീ എന്ന് അപർണയെ കണ്ടപ്പോൾ പറയാം. സ്വന്തം ഭാര്യയെ തോൽപ്പിക്കാനാണ് അജയേട്ടൻ രംഗത്ത് ഇറങ്ങിയതെന്ന് മറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതിനെ ഒരു കേസായി മാത്രമേ കാണുന്നുള്ളൂ എന്നും അല്ല നിരഞ്ജനെ എന്നൊക്കെ അജയ് ചോദിക്കുമ്പം എനിക്കിത് ആരുടെയെങ്കിലും കേസല്ല, എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ വാദിക്കുന്ന കേസാണെന്ന് നിരഞ്ജന അന്നേരം അജയോട് പറയൂ കേട്ടോ. അപ്പം അജയ് ഒന്ന് ചൂളി, വലിയ ആള് കളിച്ച് വന്നതാ. ഇനി അജയേട്ടൻ എന്താണാവോ പറയാനുള്ളത്, എന്തിനു വേണ്ടിയാ വക്കാലത്ത് പിടിച്ചത് എന്ന് നമ്മുടെ അമല് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ അജയ് ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക. അജയ്, ഇതിൽ വീണു പോകരുത് കേട്ടോ എന്ന് അപർണ. ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണെന്നും ബന്ധവും സ്വന്തവും പറഞ്ഞ് അജയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണെന്ന് അപർണ പറഞ്ഞ് വലിയ ഇതാകുമ്പോൾ നിരഞ്ജനെ ഒന്ന് ചിരിച്ച് പുച്ഛിച്ച് അപർണയെ നോക്കി. കൊണ്ടുവന്ന സാക്ഷികളെ ഒന്നും കോടതി മുൻപാകെ ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോൾ അമലിന് ബന്ധവും സ്വന്തവും ഓർത്ത് പുതിയൊരു ബോധം വന്നിരിക്കുകയാണെന്നൊക്കെ അപർണ അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക കേട്ടോ. എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല, ജയിച്ചാലും തോറ്റാലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുമെന്നും നിരഞ്ജൻ അന്നേരം പറഞ്ഞു. കൂടെ നിന്ന് ചതിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല എന്നും നിരഞ്ജനെ അങ്ങ് പറഞ്ഞു കേട്ടോ ഇവളോട്. അതും പറഞ്ഞ് നിരഞ്ജന ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്ന ഈ സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ കേസ് പരിഗണിക്കുമെന്നാണ് കേട്ടതെന്ന് പറഞ്ഞ് സക്കീർ ബായി അങ്ങോട്ടേക്ക് വന്നു. നിരഞ്ജന ചന്ദ്രൻ മാഷിനെ കൊണ്ട് കോർട്ടിലേക്ക് വരുന്നുണ്ടോ? കേസ് വെറുതെ കെട്ടിച്ചമച്ച കഥയാണെന്ന് സാക്ഷികൾ കാലുമാറിയതോടെ കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞു അപർണ. ആ വൃദ്ധനെ വെറുതെ കൂട്ടിൽ കയറ്റി നിർത്തണോ എന്നൊക്കെ ചോദിച്ചു. നിനക്കെന്താ ഉള്ളിൽ പേടിയുണ്ടോ എന്നും നിരഞ്ജന എന്തേരം ചോദിക്കാം. എനിക്കെന്തായാലും ആ ഭയം ഇല്ല എന്നും നിരഞ്ജന പറഞ്ഞു. അത് കേട്ട് അപർണ ചിരിക്കുക. നിനക്ക് ഞാനൊരു ഉപദേശം തരാം, നിന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ല എന്നുള്ളത്. ആ സമയത്ത് അജയുടെ നേരെ ഒന്ന് നോക്കി നിരഞ്ജന. പിന്നെ അജയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വക്കീല് പണിയെന്നും പറഞ്ഞു. ആ ഒരു സത്യം മനസ്സിലാക്കി ഈ കുപ്പായം ഒന്ന് അഴിച്ചു വെക്കാൻ നോക്ക് നീ എന്നും പറഞ്ഞ് നിരഞ്ജനയെ കളിയാക്കുക കേട്ടോ. അജയ് ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി അവിടെ എങ്ങനെ നിൽക്കുവാണ്. അപർണ ഇപ്പൊ കസറി കയറിക്കൊണ്ടിരിക്കുക. സ്നേഹത്തോടെയാണ് കേട്ടോ ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നതെന്ന് അപർണ പറയുമ്പോൾ, ഞാൻ ഈ കുപ്പായം എടുത്തിട്ടത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിരഞ്ജന നേരം പറഞ്ഞു. നിന്റെ ഉപദേശം അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചേച്ചാൽ മതി, അത് എൻ്റെ അടുത്തേക്ക് ഇറക്കണ്ടെന്നും പറഞ്ഞു. കാശ് കൊടുത്ത് വാങ്ങിയതല്ല എൻ്റെ നിയമവിരുദ്ധം. നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ അയാൾക്ക് ശിക്ഷ ഉറപ്പാണെന്ന് പറഞ്ഞു നിരഞ്ജന. എവിടെ പോയി പിന്നെ നീ പറഞ്ഞ ഈ ദൈവമേ സത്യത്തിന്റെ കൂടെ അടി നിൽക്കുള്ളൂ എന്നും പറഞ്ഞ് അപർണ നിരഞ്ജനയെ കളിയാക്കുന്നു. ഇവരാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപർണയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു നിരപരാധിയെ തേജോവധം ചെയ്യാൻ നടക്കുന്ന നിനക്ക് ദൈവത്തിന്റെ കോടതിയെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാടിയുള്ളതെന്നൊക്കെ അപർണ നിരഞ്ജനോട് ചോദിച്ചു. അന്നേരവും നിരഞ്ജനൊന്നും മിണ്ടുന്നില്ല. നീയേ തോറ്റ് തുന്നം പാടുമെന്ന് പറയുമ്പം ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല.
കേസിൻ്റെ വിധി എന്തായി എന്ന് അറിഞ്ഞ് പിരിഞ്ഞു പോവുക. ഇതിൻ്റെ പേരിൽ ആരും ശത്രുക്കളാവണ്ടെന്ന് പറഞ്ഞു അജയ്. അപർണ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അപർണയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ അപർണ അമലിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടെ ചെല്ല്, വാലല്ലേ, വക്കീൽ വിളിച്ചതല്ലേ, ചെല്ല് വാലയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണയെ പറഞ്ഞു വിട്ടു അമല്. എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മൾ ഇപ്പോഴേ നടന്ന ചതിയൊക്കെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു കൊടുക്കാം. നിരാശപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നും സക്കീർ ഭായ് ഇവരോട് പറയൂ കേട്ടോ. വലിയ ചതിയാണ് നടന്നിരിക്കുന്നതെന്നുള്ള കാര്യവും ഇവരെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ അവർ 3 പേരും കൂടി ഇങ്ങനെ നിൽക്കുക. നിരഞ്ജന എന്താകുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയത്ത് ഉണ്ണിത്താൻ അവിടെ നിന്ന് സാക്ഷികളെല്ലാവരും എത്തിയല്ലോ അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം നിരഞ്ജന അച്ഛനോട് പറഞ്ഞു സാക്ഷികളെല്ലാം കാല് മാറിയെന്നുള്ള കാര്യം. സാക്ഷികൾ 2 പേരും കൂറുമാറിയോ? കേസ് കോടതി പരിഗണനയ്ക്ക് എത്തിയില്ല, പക്ഷെ നടരാജൻ കൂറുമാറിയെന്നുള്ള കാര്യം നിരഞ്ജന ഉണ്ണിത്താനോട് പറയാം. ഇത് കേട്ട് ഉണ്ണിത്താൻ ആകെ അന്തം വിട്ടുപോയി. മറ്റേ സാക്ഷി രവീന്ദ്രനാഥ് ഇന്നലെ രാത്രി മരിച്ചു എന്നും പറഞ്ഞു. അയ്യോ, ഉണ്ണിത്താനാണെങ്കിൽ ആകെ തോൽവിയായി. മരിച്ചതോ അതോ കൊന്നതോ എന്ന് ചോദിക്കുമ്പോൾ എന്തു തന്നെയാണെങ്കിലും നമുക്ക് സാക്ഷിയില്ലാണ്ട് പോയല്ലോ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരഞ്ജൻ ഉണ്ണിത്താനോട് പറയാട്ടോ. അന്നത്തെ CI പിന്മാറിയതോടെ ഇത് കള്ളക്കേസാണ് എന്നുള്ള വാദം ബലപ്പെടുമെന്ന് പറയുമ്പം അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു ഉണ്ണിത്താൻ. ഏതെങ്കിലും ഒരു കേസിൽ തോറ്റുപോകുന്നത് പോലെ അല്ല അച്ഛാ എൻ്റെ ഈ ഒരു കേസ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞ് നിരഞ്ജൻ ഇങ്ങനെ അച്ഛനോട് സങ്കടം പറയുമ്പം തമ്പിയെ വിജയതിലകൻ ചാർത്തി വിടാൻ പറ്റുമോ മോളി? എനിക്ക് നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ അത് അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? തമ്പിയുടെയും മോളുടെയും പരിഹാസം കൂടി കേൾക്കാനാണോ എന്ന് ചോദിച്ചു. അച്ഛൻ ഈ കളി തുടങ്ങിയതേ ഇന്നലെ ഇന്നൊന്നും അല്ല മോളെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. ഞാൻ വരികയാണെന്നും പറഞ്ഞു. ഇനി എന്ത് വേണമെന്ന് ഉണ്ണിത്താൻ അറിയാമെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് ജാനകി അവിടെ ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് അഭി ഓടിയെത്തി ജാനകിയെ കാണാനായിട്ട്. അഭിയേട്ടാ, ഇതെന്താ അഭിയേട്ടാന്ന് ചോദിച്ചു ഭയങ്കര കരച്ചില്. എനിക്ക് തോറ്റു പിന്മാറാൻ പറ്റില്ല അഭിയേട്ടാ എന്നും പറയുമ്പം നമ്മൾ തോറ്റുപോയി ജാനകിയെന്ന് അഭി പറയാം. ഇനി ബാലന്മാഷ് മാത്രമാണ് സാക്ഷിയായിട്ടുള്ളതെന്നും പറഞ്ഞു. പിന്നെ അയാളുടെ മൊഴി കോടതി എങ്ങനെ മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. പ്രതിഭാഗം വക്കീലിനെ അത് ഖണ്ഡിച്ച് കളയാവുന്നതല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു അഭി ജാനകിയോട്. അല്ലെങ്കിൽ തന്നെ അയാളുടെ മൊഴിക്ക് എന്ത് ആധികാരികത ഉള്ളതെന്നൊക്കെ അഭി ജാനകിയോട് ചോദിക്കും കേട്ടോ. എന്തായാലും ഇതൊരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് പറയുമ്പോൾ തോറ്റു പിന്മാറാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ജാനകി അവിയുടെ നെഞ്ചിൽ പിടിച്ച് കരയാം. കൊടും ക്രൂരതകൾ മാത്രം ചെയ്ത തമ്പിയെ വെറുതെ വിടാൻ പോകുന്നു, സഹിക്കില്ല ഞാൻ, സമ്മതിക്കില്ല ഞാനെന്നും പറഞ്ഞു ജാനകി ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുക. മരണവും കാത്ത് ഞാൻ കിടന്നത് അബിയേട്ട മറന്നു പോയോന്നും ചോദിച്ച് ജാനകി ഭയങ്കര കരച്ചില്. അയാളെ ഞാൻ എങ്ങനെ വെറുതെ വിടും അബിയേട്ടാന്നൊക്കെ ചോദിച്ചാൽ ജാനകിയുടെ കരച്ചില്. അബി ആകെ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി 1 മണിക്കൂർ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് അബി പറയുമ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക കേട്ടോ. അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ഒരു വഴിയില്ലേ അബിയേട്ടാ? പറ അബിയേട്ടാ, അയാൾ രക്ഷപ്പെട്ടു പോകരുത് അബിയേട്ടാന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ അബിയോട് പറയുമ്പം ഒരേ ഒരു വഴിയാണ് ഇനി ഉള്ളതെന്ന് പറഞ്ഞു. അത് മനസ്സിൽ കരുതിയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞു. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നീ മനസ്സ് വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അബിയേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറ അബിയേട്ടാന്ന് പറഞ്ഞു. അബിയേട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു ജാനകി ഭയങ്കരമായിട്ട് കാര്യം. അപ്പം സാക്ഷികളൊന്നും വേണ്ടി വരില്ല എന്നും അമ്മ വന്ന് ജഡ്ജിന് മുന്നിൽ മൊഴി കൊടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ജാനകി ഇതൊന്നും ഞെട്ടി. അമ്മ വരുമോ എന്നുള്ളൊരിത്. അങ്ങനെ അമ്മ വന്ന് മൊഴി കൊടുത്താൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് അബി പറയുവാട്ടോ. ഇനി മുതൽ കേസ് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അമ്മ. അതുമാത്രമല്ല, അമ്മ സംസാരിച്ചിട്ടും നമ്മൾ ആ കാര്യം മറച്ചു വെച്ച് നീങ്ങുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ പ്രായത്തിൽ പീഡനത്തിനിരയായ സ്ത്രീയായിട്ട് അമ്മയെ കോടതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ അഭി ജാനകിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. ഇനി കാര്യങ്ങളെല്ലാം രാധാമണിയമ്മയുടെ കയ്യിലാണ്. പക്ഷെ രാധാമണിയമ്മ അതിനകത്ത് എസ് പറയും എന്നുള്ളൊരിതൊന്നുമില്ല. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്താണ് വരാൻ പോകുന്നത്, ഇനി എന്തൊക്കെയാണ് ഇവർ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ. ടാറ്റാ.